ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പം ഇത് ഈ ഒരു വീഡിയോ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഈ ഒരു വീഡിയോ എത്രമാത്രം എനിക്ക് കരയാതെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇടയിലോ മറ്റോ ഞാൻ ഇമോഷണലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ബേസിക്കലി കണ്ണേട്ടനും കിച്ചുവും തിരിച്ചു പോകുന്ന ഇതാണ് കാണുന്നത്. അവർ പാക്ക് ചെയ്യാണ്. ബിക്കോസ് കിച്ചുവിൻ്റെ സ്കൂൾ ഓൾറെഡി 2 ആഴ്ച മിസ്സായി കഴിഞ്ഞു. ഇനിയും മിസ്സാക്കാൻ പറ്റില്ല. കണ്ണേട്ടനും ജോയിൻ ചെയ്യണം. അപ്പം ഞാൻ മനുവിൻ്റെ കൂടെ ഇനിയും നിൽക്കുകയാണ്. അപ്പോൾ മനുവിന് എൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വേഗം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഉച്ചക്കലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി. മറ്റേ കായ്പയ്ക്ക പുളി, കണ്ണേട്ടന് ഇഷ്ടമുള്ള പോലെ കായ്പയ്ക്ക പുളി, പിന്നെ ചോറ്, കിച്ചുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പേരി എല്ലാം ഉണ്ടാക്കി വെച്ചു. വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടിയുള്ള ഉപ്പേരി, അതേമാതിരി തന്നെ പർവൽ ഫ്രൈ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി വെച്ചു. കാരണം എന്താ വെച്ചാൽ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കും മനുവിനും അവരെ ഡ്രോപ്പ് ചെയ്യാൻ പോകണം. അത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. എന്താ വെച്ചാൽ ഒട്ടും ഇമോഷൻ കാണിക്കാൻ എന്താ പറയുക, ഉള്ളിൽ ഒതുക്കുന്ന ഒരു ടൈപ്പാണ് കിച്ചു. അതേമാതിരി തന്നെ മനു എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇതായിട്ട് കരയുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി എന്താ വെച്ചാൽ അവർ രണ്ടുപേരും പിരിഞ്ഞിട്ടേയില്ല. കണ്ണേട്ടനോട് അവൻ യാത്ര പറഞ്ഞ്, ഓക്കെ അച്ഛ ബിസിനസ് ട്രിപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വരണം, ഇല്ലെങ്കിൽ എനി ടൈം വരൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് രണ്ടിൻ്റെയും സ്നേഹം എന്ന് പറയണത്, ഇത് രണ്ടും ജനിച്ചതിന് ശേഷം മനുവിനെ വിട്ട് നിന്നിട്ടില്ല. ആ ഒരു രംഗമുണ്ടല്ലോ, രണ്ടുപേർക്കും പറയാൻ പറ്റാതെ അവർ രണ്ടുപേരും ടേക്ക് കെയർ, ഇനി ഞാനുണ്ടാവില്ലടാ അവിടെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും. പക്ഷെ ഞാൻ ദിവസവും നിനക്ക് ഫോൺ ചെയ്യും, അമ്മ ഞാൻ പോയിട്ട് വരാം, അമ്മ വേഗം വരണം, ഞാൻ ചേട്ടന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാണ് എന്നെല്ലാം പറയുന്ന ഒരു സിറ്റുവേഷൻ എനിക്കറിയാം. ഇതെല്ലാം വരും, ഇതെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. ഇതൊന്നും നമ്മൾക്കായിട്ട് പുതിയതായിട്ടൊന്നും അല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അത് രണ്ടിൻ്റെയും വിഷമം കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് താങ്ങാൻ പറ്റാത്ത വിധത്തിലായി. അവരങ്ങോട്ട് യാത്ര പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഞാനും മനുവും മാത്രമായപ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു, മനുവിനെ സംബന്ധിച്ചിടത്തോളം മനു അല്ലാണ്ട് ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ലെവലിലേക്ക് എന്താ പറയുക, അവൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമത്തിലൂടെ പോവുകയാണ്. എനിക്ക് അവനെ ഒന്ന് മാറ്റിപ്പിടിക്കാനോ ഇല്ലെങ്കിൽ അവൻ്റെ മൂഡൊന്ന് മാറ്റാനോ എനിക്ക് വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു, നമ്മളുടെ അടുത്ത് എന്താണ് പറയുക, നെൽക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് പോയി വിസിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് അവന് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. ഞാൻ അവനെ പിടിച്ച് പൊക്കി നേരെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഈ നെൽക്കോ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങടേക്ക് വരാ എന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അങ്ങോട്ട് പോയി. സോ ദാറ്റ് അവന് കാണിച്ചും കൊടുക്കാം, കുറച്ച് അവൻ്റെ മൂഡൊക്കെ ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞിട്ട്. അവിടെ പോയപ്പോൾ അവൻ്റെ മൂഡ് മാറുന്ന പോലെ തന്നെ കുറച്ച് നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പ്ലസ് എന്താണ് പറയുക, മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ട എന്താ പറയുക, കപ്പ, അതേമാതിരി തന്നെ നമ്മുടെ എല്ലാ സ്പൈസ് മസാല. ഇത് റൺ ചെയ്യുന്നത് ഒരു മലയാളിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്നാക്സും, അത് മധുരസേവ, അതേമാതിരി തന്നെ ചിപ്സ്, ചക്ക വറുത്തത്, മിക്സ്ചർ, ലഡ്ഡു എന്ന് പറഞ്ഞില്ലേ, എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടണ പോലെയുള്ളൊരു കടയായിരുന്നു. പക്ഷേ ഇതെല്ലാം ഞാനിങ്ങനെ സംസാരിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവിടെ മിണ്ടാതെ ഒരു ഭാഗത്ത് ഒരു സൈഡിലേക്കായിട്ട് ഇവനെ അവിടെ നിൽക്കണ കാണുന്ന സമയത്ത് എനിക്ക് നല്ലോണം മനസ്സിലായി, ലൈക്ക് അവനത് താങ്ങാൻ പറ്റാത്തതിൽ അപ്പുറമാണ് അവനത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ളത് ആ ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവനും മിണ്ടാതെ ഇരിക്കുകയാണ് എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ
നമുക്കെന്നാ ഇത് ചെയ്യാടാ, നമുക്കൊരു കാര്യം ചെയ്യാടാ, എന്നാൽ പിന്നെ നമുക്ക് മീനും കപ്പയും ആക്കിയാലോ, ഇന്ന് രാത്രി ഞാൻ അമ്മ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സ് ഇങ്ങനെ ഓരോന്നിങ്ങനെ, ഞാൻ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയ്ക്ക് അവനോട് സംസാരിച്ചിട്ടില്ല. അത്രയ്ക്കും അവൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനു അങ്ങനെയാണ് കിച്ചുവിനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. സത്യം ഇന്നേ ദിവസം വരയ്ക്കും അത് രണ്ടും തമ്മിത്തല്ലി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷമെന്ന് പറയണത് അവർക്ക് ആ ചെറുതിനാണെങ്കിലും ശരി അവനാണെങ്കിലും ശരി ഒട്ടും പറ്റാത്ത വിഷമത്തിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. ആൻഡ് ഞാനിപ്പോൾ അവൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് അവനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. മനുവിനെ വീട്ടിലത്തെ കാര്യങ്ങളായിക്കോട്ടെ, അതേമാതിരി തന്നെ എന്താ പറയുക, അവൻ ഉണ്ടാക്കി വെക്കണം, ഭക്ഷണങ്ങൾ കുറേ ഉണ്ടാക്കി വെക്കാനുണ്ട്. എനിക്ക് ഒരു 3 മാസത്തേക്കോളമുള്ള ഡീപ്പ് ഫ്രീസിങ് നടക്കാനുണ്ട്. ഓരോ എക്യൂപ്മെൻറ്റ്സ് എനിക്ക് അവനെ പഠിപ്പിച്ചെടുക്കാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് കിച്ചുവും കണ്ണേട്ടനും അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ മനുവിന് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് അവൻ്റെ കൂടെ അത് പഠിപ്പിച്ചും കൊടുക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എക്സ്ട്രാ അവൻ്റെ കൂടെ നിന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അവൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അമ്മ, ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല മോനെ ഇഷ്ടമുള്ളത് അമ്മ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കപ്പയും മീൻകറിയും ഒക്കെ ഞാൻ ഉണ്ടാക്കി കഴിച്ചു അവൻ. പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് അന്നത്തെ രാത്രി കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ആൻഡ് അവനും പറഞ്ഞു എൻ്റെ അടുത്ത്, എനിക്കറിയാം അമ്മേ, ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു, പക്ഷേ അവനെ എന്താണ് പറയുക, വിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ, ഞാൻ എന്താ ചെയ്യുക, ശരി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മാറുമായിരിക്കും, അത് കഴിഞ്ഞ് ഞാൻ അവനെ ദിവസവും വിളിക്കാൻ തുടങ്ങിയാൽ അത് ശരിയാവുമായിരിക്കും അല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അവന് കൊടുത്തു. അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസവും അടുത്ത ദിവസമൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കണ്ടു നിൽക്കുന്ന എനിക്കും ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ പോവുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ വിഷമവും എല്ലാം കൂടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാട്ടുള്ളൂ.